Hello guys, this is my first video. Please like and subscribe. And ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നൊരു ബുക്ക് മാർക്ക്, ഒരു ബോഹോ ആർട്ടിൻ്റെ ഒക്കെ ബുക്ക് മാർക്ക് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇത്. ഒരു A4 ഷീറ്റ്, കത്രിക, പെയിൻറ്റ് വേണമെങ്കിൽ, പിന്നെ സ്കെച്ച്. ഇത്രയും മാത്രം മതി കേട്ടോ. ഞാനിവിടെ പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ഒരു ബോഹോ ആർട്ടിൻ്റെ ബുക്ക് മാർക്ക് ചെയ്യുന്നത്. നമുക്ക് ആദ്യം തന്നെ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര തിക്നെസ്സിൽ അല്ലെങ്കിൽ എത്ര വിഡ്ത്തിൽ വേണോ അത്രയും ഇതിലെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ ഇത്രയും മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, ആൻഡ് അതിന് ശേഷം നമുക്കിതിൽ ബോർഡർ ചുമ്മാ ഒന്ന് ഇട്ടിട്ട് വരാം. കാരണം അതിനകത്ത് നമുക്ക് ഈ ഒരു കളേഴ്സ് കൊടുക്കാം. അതിന് ശേഷം നമുക്കത് മായ്ച്ച് കളയാം. കണ്ടോ, ഞാൻ ഈ ലീഫാണ് വരയ്ക്കുന്നത്. ആദ്യം തന്നെ ലീഫ് വരച്ച് വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾ കളർ അടിക്കുന്നത്. ഓക്കെ, കളർ അടിച്ചതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ഇതാണ് ഞാൻ വരച്ച ലീഫ്. ദെൻ നമ്മൾ ഇതിന് കളർ കൊടുക്കാൻ പോവാണ് കേട്ടോ. ഞാനിവിടെ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്. ഡോംസിൻ്റെ സ്കെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൊടുക്കുന്നത് പർപ്പിള്, ബ്ലൂ, പിങ്ക്, ഇത്രയും കളേഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ബോഹോ ആർട്ട് എന്ന് പറഞ്ഞാൽ മിക്കവർക്കും അറിയാമായിരിക്കുമല്ലേ. അപ്പോൾ ഞാൻ അവിടുത്തെ പിൻട്രസ്റ്റത്തെ ആ പിക്ചർ കണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്യാണ്. കാരണം ഞാൻ എപ്പോഴൊക്കെ ബോഹോ ആർട്ട് ചെയ്യുന്നോ അപ്പോഴൊക്കെ അത് തെറ്റിപ്പോവാറേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് അത് നോക്കി ചെയ്യാമെന്ന് വെച്ചു. നമുക്ക് പെട്ടെന്ന് കളർ ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത ബ്ലൂ കൊടുത്തു. നമുക്ക് പിങ്കും കൊണ്ട് നമുക്ക് കളർ ചെയ്യാം. ഞാൻ വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് വരാം. കളേഴ്സൊക്കെ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊടുക്കാം. എവിടെ വേണോ അവിടെയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം കൊടുത്തിട്ട് വരാം. സോ ഇനി അടുത്തത് ഞാൻ ഈ ബ്ലാക്ക് പെന്നും കൊണ്ട് ഔട്ട്ലൈൻ കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് വരാം. എല്ലാത്തിനും, ആ ലീഫിനും എല്ലാത്തിനും നമുക്ക് കൊടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ ആ സ്റ്റെമ്മിന് മാത്രം കുറച്ച് തിക്നെസ് കൊടുക്കുന്നുണ്ട്, തിക്നെസ് കൂട്ടുന്നുണ്ട്. നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം എക്സ്ട്രാ പെൻസിൽ മാർക്കിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മായ്ച്ച് കളയാം. ഓക്കെ, എൻ്റെ ജെൽ പെൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മായ്ക്കാൻ പറ്റില്ല, അപ്പോൾ മൊത്തം സ്മഡ്ജാവും. ഓക്കെ, ഇതിനിവിടെ ഒക്കെ ഞാൻ കുറച്ച് ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് കുറച്ച് എസ്തറ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് ബോൾസൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ അതിലും ഉണ്ടായിരുന്നു ബോൾസ്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയ ഇവിടെയൊക്കെ കുറച്ച് ബോൾസൊക്കെ കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലീഫിനകത്ത് ഫുൾ ബ്ലാക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. കുറച്ച് സ്ട്രോക്സൊക്കെ അകത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഞാനിവിടെ സ്ട്രോക്സാണ് കൊടുക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ സ്ട്രോക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് എല്ലാത്തിനും കൊടുത്തിട്ട് വരാം കേട്ടോ.
ഓക്കെ, ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ റിസൾട്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്താ ആ ബോർഡറൊക്കെ ഇനി ലാസ്റ്റ് ആയപ്പോൾ മായ്ച്ച് കളയാൻ വെച്ചു. കാരണം അത് അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ. അപ്പം ഞാനത് മായ്ച്ച് കളഞ്ഞേക്കാമെന്ന് വെച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കളർ കൊടുത്ത ഭാഗങ്ങളില്ലേ, അതായത് ആ പർപ്പിളും പിങ്കും ബ്ലൂ ഒക്കെ, അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്ലാക്കും കൊണ്ട് ബോർഡർ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. സോ രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ തന്നെ, പക്ഷെ അതിൽ പർപ്പിൾ ലൈറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.